നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സത്യം പറഞ്ഞാൽ പ്ലാച്ചി നമ്മുടെ ഷാനവാസിനിട്ടൊരു മുട്ടം പണി കൊടുക്കുന്നുണ്ട് ഇപ്പോ. അതായത് സംഭവ ബഹുലമാണ് ഇപ്പോഴത്തെ ലൈവ്. നമ്മുടെ പണി ഈ പറയുന്ന നമ്മുടെ നൂതില ചപ്പൽ ഫാക്ടറിയുടെ സെക്കൻഡ് ഭാഗം ഇന്ന് തുടങ്ങുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന 100 രൂപയ്ക്കിട്ട് കിടിലമായിട്ടൊരു പണി ആര് കൊടുക്കുന്നുണ്ട്? ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് 100 വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ തന്ന ആ ഗോൾഡ് കോയിനും ഈ പറയുന്ന ബ്ലാക്ക് കോയിനും ഇത് നിങ്ങൾ ഒരു സംഭവം കഴിയുമ്പോൾ അത് മൊത്തത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗോൾഡ് കോയിൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഇല്ലാതാകുന്നുള്ളൂ. ബാക്കിയുള്ള ഈ പറയുന്ന ബ്ലാക്ക് കോയിൻ അത് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അതായത് ഇത് പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇവർക്കൊരു 10 പിന്നീട് ഗോൾഡ് കോയിൻ കിട്ടി, ഒരു 2 ബ്ലാക്ക് കോയിൻ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം. അതിനിപ്പോ ഇവർ 8 പിന്നെ ഗോൾഡ് കോയിൻ കൊടുത്തുള്ളൂ. 2 മിച്ചം വന്നല്ലോ ഗോൾഡ് കോയിൻ, അത് അസാധുവാകും. പക്ഷേ ബ്ലാക്ക് കോയിൻ ഇരുന്ന 2 ബ്ലാക്ക് കോയിൻ എന്ത് ചെയ്തു? ഇവള് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, അത് ആർക്കും കൊടുത്തില്ല. കൊടുക്കാതെ വരുമ്പോൾ സംഭവിച്ചത് ഈ ബ്ലാക്ക് കോയിൻ 100 രൂപയ്ക്ക് അവകാശപ്പെട്ടതായിട്ട് മാറും. അതായത് ബ്ലാക്ക് കോയിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് അസാധുവാകുന്നില്ല, അത് അവൾക്ക് അവകാശപ്പെട്ടതായത്. അതിനർത്ഥം അടുത്ത ഈ ഒരു ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ ആരേലാണ് ഇരിക്കുന്നത്, അവർ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും. അപ്പോ ഇന്നലെ 100 കാണിച്ച അബദ്ധം, അതിബുദ്ധി എന്നൊക്കെ പറയാം. കാരണം ആ ഒരു ഈ പറയുന്ന പിന്നെ ഗോൾഡ് കോയിൻ അത് കൊടുക്കാനുള്ളതായിരുന്നു. അവിടെ ഒരു പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് നെവിൻ ആയിക്കോട്ടെ, നെവിനല്ല ജിഷിനൊക്കെ ഈ പറയുന്ന ഗോൾഡ് കോയിൻ കൊടുക്കാനുള്ളതായിരുന്നു. ഇരിക്കുന്ന ഗോൾഡ് കോയിൻ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു. അതുമല്ല, അവിടെ ഏറ്റവും കൂടുതൽ അലുമ്പ് കാണിച്ച, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അക്ബറിന് ഒരു കോയിനും കൊടുത്തില്ല. പക്ഷെ ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു? ഈ പറയുന്ന ബ്ലാക്ക് കോയിൻ അക്ബറിന് കൊടുക്കണമായിരുന്നു. അവിടെ അക്ബറിന് കൊടുക്കാതെ ഹോൾഡ് ചെയ്തു. ആ ഹോൾഡ് ചെയ്ത 2 ബ്ലാക്ക് കോയിൻ ഇപ്പൊ ആരുടെ ഇതിലായി? 100 ഭാഗത്ത്. ഇപ്പൊ 100 ഭാഗത്ത് ഇപ്പൊ 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്. ഇതൊരു കേസ്. ഇന്ന് വീണ്ടും അവർക്ക് എനിക്ക് തോന്നുന്നു 10-11 പിന്നെ ഗോൾഡ് കോയിനും 3 ബ്ലാക്ക് കോയിനും കൊടുത്തു. ഇത് ഇന്ന് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ 3 ബ്ലാക്ക് കോയിനും കൂടി നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും. ഇവിടെ 100 പറ്റിയൊരു അബദ്ധം, 100 എടുത്ത് ചോദിക്കണമായിരുന്നു. ഇപ്പൊ ഒരു 3 ബ്ലാക്ക് കോയിൻ കൊടുത്തല്ലോ. മുമ്പത്തെ 2 ഓൾറെഡി എന്റെ കയ്യിലുണ്ട്, 2 ബ്ലാക്ക് കോയിൻ. അതായത് ആർക്കും കൊടുത്തിട്ടില്ല. അത് ഇതുമായിട്ട് കൗണ്ട് ആവോ? അതായത് അതുകൂടി ചേർത്താണോ ഇപ്പൊ എനിക്ക് 3 ബ്ലാക്ക് കോയിന് കിട്ടിയത് എന്ന് 100 ചോദിച്ചിട്ടില്ല. പിന്നെ ഈ 100 ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ അവൾക്ക് 3 ബ്ലാക്ക് കോയിന് കിട്ടി. ഈ 3 ബ്ലാക്ക് കോയിനും എന്തായാലും 100 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആർക്കെങ്കിലും കൊടുക്കും, അത് ഉറപ്പാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നോമിനേഷനിലാവും, ഇവിടെ നോമിനേഷൻ പവറൊക്കെ എടുത്ത് മാറ്റപ്പെടും. പക്ഷെ ഇവിടെ 100 ശ്രദ്ധിക്കാനുള്ള ഒരു കേസ്, ഈ ബ്ലാക്ക് കോയിന് ഓരോ ആൾക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 100 അവിടെ പെടും. കാരണം ഓൾറെഡി ഈ പറയുന്ന 100ന്റെ കയ്യിൽ 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്. ഈ ഓൾറെഡി ഉള്ള ബ്ലാക്ക് കോയിനുമായി കൂട്ടിയാണോ ഇപ്പൊ 3 കൊടുത്തത് എന്ന് ക്ലാരിഫൈ ചെയ്യാൻ 100 മറന്നു. 100 അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ 100 ചെയ്യാനുള്ളത് ഈ 3 ബ്ലാക്ക് കോയിൻ ഉണ്ടല്ലോ, അത് ആർക്കും ഒരാൾക്ക് കൊടുക്കണം. കാരണം ഓൾറെഡി 100ന്റെ കയ്യിൽ 2 ഉണ്ട്. ഓരോന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഓരോന്നേ ആവത്തുള്ളൂ. ഓൾറെഡി 100ന്റെ കയ്യിൽ നിന്നുണ്ട് 2 ഉണ്ട്. അപ്പം ഈ 3 ബ്ലാക്ക് കോയിനും എന്ത് ചെയ്യണം? ഒരാൾക്ക് തന്നെ കൊടുത്താൽ മാത്രമേ അവരെയും കാട്ടി താഴ്ന്ന് 100 നിൽക്കത്തുള്ളൂ എന്നുള്ള ഒരു മുട്ടം പണി ഈ പറയുന്ന 100 കൊടുത്തു. 100 പറ്റിയ ഒരു അബദ്ധം. ഇപ്പൊ അവിടെയുള്ള അഭിലാഷ് ഉൾപ്പെടെയുള്ളവർ, അഭിലാഷ് ഇതിനകത്തൊരു ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് നമ്മൾ സമയത്തിനുള്ളിൽ ഈ ഒരു ടാസ്ക് ചെയ്യാതെ വരുമ്പോൾ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതായത് അങ്ങനെ അവർ മനസ്സിലാക്കാൻ കാരണം, ഇന്നലെ ഒരു ഫൈറ്റിന്റെ ഇടയിൽ 100 പറഞ്ഞു, ഈ ഒരു സമയത്തിന് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ 100 പണി കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഭിലാഷ് ഇവിടെ പറയുന്നത്, നമുക്കിപ്പോ സമയത്തിന് ഈ സാധനം ചെയ്യണ്ട എന്ന് അഭിലാഷ് തീരുമാനം. അത് ആരുടെ ബുദ്ധിയാണ്, ആരുടെ അബദ്ധമാണ്? ഈ പറയുന്ന 100 അബദ്ധമായി സംഭവിച്ചൊരു സാധനമാണ്. ഇനി നമ്മുടെ പ്ലാച്ചി കൊടുത്ത പണിയിലേക്ക് വരാം. അതായത് ഇവിടെ ഈ ഒരു ടാസ്ക് പിന്നെ അനൗൺസ് ചെയ്യുന്നു, സെക്കൻഡ് പിന്നീട് സംഭവം തുടങ്ങാൻ പോവുകയാണ് എന്ന്, 2ാം ഭാഗം തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ഇന്നലെ നടന്ന അതേ ഒരു പാറ്റേണിലേക്ക് ഈ പറയുന്ന ആരാണ്, അനുമോളും നമ്മുടെ പ്രവീണുമായിട്ട് വന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അവിടെ വന്ന് എന്ത് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ടാസ്ക് വായിച്ച് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ഒരു കാര്യമൊന്നും ആർക്കും ജോലിക്ക് വേണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അവരൊരു കണ്ടന്റ് അവിടെ ഉണ്ടാക്കി. ആ സമയത്ത് ആദില ഇവളെ കയ്യിലിരുന്ന പ്ലാച്ചിനെ പിടിച്ചു വാങ്ങുന്നു, എന്റെ കയ്യിൽ വാങ്ങിച്ച് ഇങ്ങനെ താലോലിക്കുന്നു. ആ സമയത്ത് ആര് വരുന്നു? ഈ പറയുന്ന ഷാനവാസ് വരുന്നു. ഷാനവാസ് വന്നിട്ട് പതുക്കെ ഈ പറയുന്ന
ആര് നമ്മുടെ അനുമോള് കാണാതെ ഷാനവാസി പ്ലാച്ചി എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. എടുത്തുകൊണ്ട് പോയിട്ട് ഒരിടത്ത് കൊണ്ട് ഒളിച്ചു വയ്ക്കുന്നു. ഇത് പ്രവീൺ കാണുന്നു. പ്രവീൺ പറയുന്നു നിന്റെ പ്ലാച്ചിൻ അവൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അനുമോൾ എന്ത് ചെയ്തു? ഉടനെ ആദ്യം നീ എന്താണ് കാണിച്ചത്, നീ എന്ത് വൃത്തികേടാണ് കാണിച്ചത്, എന്റെ പ്ലാച്ചി എവിടെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് ആതിര പറയുന്നു. അപ്പം ഈ പ്രവീൺ പറഞ്ഞല്ലോ ഈ പറയുന്ന ഷാനവാസ് എടുത്തുകൊണ്ട് പോയി എന്ന് പ്രവീൺ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഷാനവാസിന്റെ ബാക്കില് അനുമോൾ പോകുന്നു. ഷാനവാസ് ബാത്റൂം ഏരിയയിലായിരുന്നു. അവിടെ നിന്ന് എവിടെയാണ് എന്റെ പ്ലാച്ചി ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് ഷാനവാസ് പറയുന്നു. അപ്പൊ ഷാനവാസ് കയറി വന്ന ഒരു സംഭവമുണ്ട് പുറത്ത്. അപ്പം അങ്ങോട്ട് ഈ അനുമോൾ പറയുന്നു അവിടെ നിന്ന് എല്ലാം പിന്നെ എന്ത് ചെയ്യുന്നു തപ്പിപ്പടയുമ്പോൾ തപ്പിപ്പിടിക്കുമ്പോൾ അനുമോൾക്ക് ഈ ഒരു പ്ലാച്ചിയെ കിട്ടുന്നുണ്ട്. പ്ലാച്ചിയെ കിട്ടി എടുത്ത് മടിയിലൊക്കെ വെച്ച് മുപ്പത്തൊക്കെ ഇട്ട് മൂടി ഈ പറയുന്ന അനുമോൾ തിരിച്ചു വന്നപ്പോൾ ഷാനവാസ് ബാത്റൂമിനകത്ത് കയറി. ഷാനവാസിന്റെ മൈക്ക് അവിടെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. പതുക്കെ ഈ അനുമോൾ എന്ത് ചെയ്തു? ഈ മൈക്ക് എടുത്ത് നേരെ കൊണ്ടുവന്ന് എവിടെയാണോ ഈ ഒരു എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയാണെന്ന് തോന്നുന്നു, എവിടെയാണോ പ്ലാച്ചിയെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അവിടെ തന്നെ ഈ മൈക്ക് കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കുന്നു. മനസ്സിലായോ? അതിനുശേഷം ഷാനവാസ് എന്ത് ചെയ്യുന്നു? പുറത്തിറങ്ങി പിന്നെ ബാത്റൂമിലൊക്കെ ഇറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങി നോക്കുന്നു, മൈക്ക് കാണുന്നില്ല. ഷാനവാസ് കുറെ നേരമൊക്കെ ആരുടെ എന്റെ മൈക്ക് കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഷാനവാസ് മനസ്സിലായത് അനുമോള് തന്നെ ആയിരിക്കും എന്ന് മനസ്സിലായി. ഷാനവാസ് പതുക്കെ പുറത്തിറങ്ങി ആ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു തലയണ മൈജിയുടെ ആ തലയണ എടുത്ത് മാറ്റുമ്പോൾ തന്നെ അവിടെ ഷാനവാസിന് ഈ പറയുന്ന മൈക്ക് കിട്ടുന്നു. അതവിടെ തീർന്നു. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ മുട്ടം പണി കിട്ടാൻ ചാൻസ്, ഏറ്റവും കൂടുതൽ മുട്ടം പണി കൊടുത്തത് പിന്നെ നൂറയ്ക്കാണ്. നൂറ ഇന്നലെ കൃത്യമായിട്ട് ആ ഒരു ഒരു കോയിൻ എന്ത് ചെയ്തില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, അല്ല ആർക്കും കൊടുത്തില്ല. അത് പിതുക്കി വെച്ചത്. അതായത് ഇതൊക്കെ ബിഗ് ബോസിന്റെ കളിയാണ്. ബിഗ് ബോസ് ഓരോ ഹിന്റ് അവിടെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് അവിടെ കൊണ്ടുവരും. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ആയിരിക്കില്ലേ എന്നുള്ള ഒരു അമിതമായ ചിന്തയാണ് ഇതിന് കാരണം. അതുമല്ല ഇന്ന് ഈ ഗോൾഡ് കോയിൻ കൊണ്ട് വേറെ വലിയ ഉപയോഗമൊന്നുമില്ല. ഈ പറയുന്ന ലക്ഷറി ടാസ്കിൽ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ഗോൾഡ് കോയിൻ കിട്ടത്തുള്ളൂ. അതായത് ഈ പറയുന്ന അവിടെ പണിക്കാരായിട്ട് നിൽക്കുന്ന അവർക്ക് കിട്ടുന്ന ഗോൾഡ് കോയിൻ മറ്റുള്ള സർക്കസ് കൂടാരത്തിൽ പല മൃഗങ്ങളായിട്ട് അഭിനയിക്കുന്ന അവർക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആരുടെയൊക്കെ ഭാഗത്ത് ഈ പറയുന്ന ഗോൾഡ് കോയിൻ കാണും, അവർക്ക് മാത്രമേ പണിപ്പുര ടാസ്കിൽ പണിപ്പുര ടാസ്ക് അല്ല, ഈ ലക്ഷറി ടാസ്കിൽ പണിപ്പുരയ്ക്കകത്ത് കയറി ഈ സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ എന്നോ സാധനം പറയുന്നു. അപ്പൊ അവിടെ ഷാനവാസും ഒനീനും ഈ പറയുന്ന മസ്താനിയും ഇത് ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. അവിടെ അനുമോള്, എനിക്ക് തോന്നുന്നത് പ്രവീണ്, ഈ പറയുന്ന റെന, ഈ 3 പേർക്കും ഗോൾഡ് കോയിൻ കിട്ടുന്നില്ല. അതിനെ ചൊല്ലി അവിടെ ഒരു വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ഷാനവാസൊക്കെ വിചാരിച്ചത് അവസാനം ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിനുള്ള അവർക്ക് എന്തോ പ്രത്യേക പവറോ എന്തോ കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് അവർ കൊടുക്കാത്തതാണ്. പക്ഷെ സത്യത്തിൽ ആ ഒരു ഗോൾഡ് കോയിൻ കൊണ്ട് വേറെ ഒരു ഉപയോഗവുമില്ല. ഈ പറയുന്ന ലക്ഷറി ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ പിന്നീട് ഉപയോഗമുള്ളൂ എന്നുള്ളതാണ്. അവിടെ എല്ലാവരും അനുമോളെ പാഴാണ്, മഹാ വേസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട്. നീ ഒരു തേങ്ങയും ചെയ്തില്ല എന്നുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട്. അനുമോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നെന്ന് പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയത് ആടാണ്, അതിൽ വലിയ പെർഫോമൻസ് കാര്യങ്ങളൊന്നുമില്ല. സത്യമാണ്, വലിയ പെർഫോമൻസും കാര്യങ്ങളൊന്നുമില്ല. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അനുമോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഈ പറയുന്ന ആര്യന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ആര്യന് അഭിലാഷ് ഒരു കോയിൻ കൊടുക്കുന്നത്. ഇവിടെ ഒരു എടുത്തു പറയാനുള്ള കേസ്, പിന്നീട് ഏറ്റവും കൂടുതൽ ടാസ്ക് ഒട്ടും പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത ജിസേലിന് ഞാൻ പറയും. ജിസേലിന് ഈ പറയുന്ന ഒരു സിംഹിണിയുടെ ഒരു രൂപമാണ് കൊടുത്തത്. അവിടെ ഇങ്ങനെ കാറിയതല്ലാതെ ഒന്നും അവിടെ ചെയ്തില്ല. പക്ഷെ അവിടെയുള്ള വീട്ടുകാരും അവളെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പറയുന്ന അനുമോള് വേസ്റ്റ് ആണ്, അനുമോള് പക്ക ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതാണ് ഒനിയൻ ഉൾപ്പെടെയുള്ളവർ പറയും. കാരണം ബാക്കിയുള്ളവരിൽ പാവാടയാണല്ലോ. ഈ പറയുന്ന ജിസൈലിനെതിരായിട്ട് ഒരു സംഭവം പറയാൻ ആർക്കുമില്ല. പക്ഷെ ജിസൈലിന് എന്ത് ചെയ്തു? കോയിൻ ഇവിടെ കിട്ടുകയും ചെയ്തു. അതെ, ജിസൈലിനെയും കാട്ടി ബെറ്റർ ആയിട്ട് ആരെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നീട് നമ്മുടെ അനുമോളും പെർഫോം ചെയ്തിട്ടുണ്ട്, റെനയും പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ജിസൈലിന്റെ കുഴപ്പമല്ല, ജിസൈലിന് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ജിസൈൽ ഇന്നലെ പറഞ്ഞ ഒരേ വാക്കുകൾ, എനിക്ക് ഈ ആടിനെ കഴിക്കണം, എനിക്ക് ഈ ആടിനെ കഴിക്കണം എന്ന് പറഞ്ഞതല്ലാതെ വേറെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഇല്ലായിരുന്നു. പെർഫോം ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയത് ആർക്കാണ്? ഈ പറയുന്ന ആര്യനാണ്. ആര്യൻ അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, വെടിവെക്കുമ്പോൾ പിന്നെ കമന്ന് വീഴുക എന്നുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ ബിഗ് ബോസിന്റെ ആൾക്കാരാണ്. അതായത് ഈ പറയുന്ന നൂറയ്ക്ക് പിന്നെ നൂറ ജയിക്കണോ വേണ്ടയോ തോൽപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ബിഗ് ബോസ് ആണ്. അവിടെ ടൈം ലിമിറ്റ് ആർക്കും അറിയില്ല. ഏത് സമയത്തിൽ ഇത് നിർത്തണം, ഏത് സമയത്തിൽ ഇത് പിന്നീട് തുടങ്ങണം എന്നുള്ളതൊന്നും അറിയത്തില്ല. എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്ന ബിഗ് ബോസ്. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ നൂറ ജയിക്കണോ, നൂറയുടെ പവർ എടുത്ത് കളയണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്
ഈ പറയുന്ന ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു കോയിൻ ചിലപ്പം ഏറ്റവും കൂടുതൽ കൊടുത്തത് ചിലപ്പം അക്ബറിനായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നത്. അക്ബർ എപ്പോഴും ഇങ്ങനെ സംഭവം വരുമ്പോൾ ഈ പറയുന്ന മസിൽ പവർ കൊണ്ട് ആണുങ്ങൾ വലിച്ചെറിയുക, പിടിച്ച് അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഗെയിമിലേക്ക് പോകുന്നു. അതല്ല ഇവിടെ വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുമ്പോൾ കാണാം. ജയ് ഹിന്ദ്.